മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടന്നാൽ അമേരിക്കയിൽ ഷട്ട്ഡൗൺ 6ാം ദിവസത്തിലേക്ക് ധനപ്രതിസന്ധി തുടരാനാണ് സാധ്യത. അതേസമയം ധന അനുമതി ബില്ലിൽ സെനറ്റിൽ ഇന്ന് വീണ്ടും വോട്ടെടുപ്പ് നടക്കും. അഭിലാഷ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. അഭിലാഷ്, ഈ ബില്ലിൽ ഇന്ന് വീണ്ടും വോട്ടെടുപ്പ് നടക്കുന്ന സാഹചര്യം, പക്ഷേ അത് പാസ്സാകാനുള്ള സാധ്യത അത്രത്തോളം ഇല്ല എന്നത് തന്നെയല്ലേ വിലയിരുത്തൽ? എന്താണ് സാഹചര്യം? ആര്യ, ഇപ്പോൾ അമേരിക്കയുടെ സാഹചര്യം എന്ന് പറയുന്നത് അവിടെ എല്ലാ സംവിധാനങ്ങളും അടഞ്ഞു കിടക്കുകയാണ്. വളരെ അത്യാവശ്യ സേവനങ്ങൾ, ആരോഗ്യം, വ്യോമയാനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. സബ്സിഡി, വിദ്യാർത്ഥികളുടെ സബ്സിഡി, സർക്കാർ ജീവനക്കാരുടെ ശമ്പളം തുടങ്ങിയ എല്ലാ പ്രധാനപ്പെട്ട മ്യൂസിയം, നാഷണൽ പാർക്ക് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ മേഖലകളും അടഞ്ഞു കിടക്കുകയാണ്. നമ്മൾ വൈറ്റ് ഹൗസിൽ ഫോൺ ചെയ്താൽ അമേരിക്ക ഷട്ട് ഡൗൺ ആണ് എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് അവിടുന്ന് തിരിച്ചു ലഭിക്കുക. അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളും അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ 7.5 ലക്ഷം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളമില്ല. അവർക്ക് ശമ്പളം കിട്ടാതായിട്ട് ഇന്ന് 6ാമത്തെ ദിവസമാണ്. അതിലൊരു വലിയ വിഭാഗം ആൾക്കാരും ജോലി നഷ്ടപ്പെടുന്ന ആശങ്കയിലാണ്. അങ്ങനെ അമേരിക്ക ഈ കഴിഞ്ഞ 3-4 വർഷത്തിനിടയ്ക്ക് ഏറ്റവും പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ഒരു സമയത്താണ് വീണ്ടും ഇന്ന് സെനറ്റിൽ ധനബിൽ പാസ്സാക്കാനായിട്ട് ബില്ല് അവതരിപ്പിക്കുന്നത്. ഇതിൽ 60 വോട്ടുകളാണ് അമേരിക്കയിൽ ഒരു ബില്ല് പാസ്സാകാനായിട്ട് സെനറ്റിൽ ആവശ്യമുള്ളത്. പക്ഷേ അതിൽ 53 വോട്ടുകൾ റിപ്പബ്ലിക്കൻസിനുണ്ട്. ഈ 53 വോട്ടുകൾ പോരാതെ ഡെമോക്രാറ്റിൻ്റെ ഭാഗത്തുനിന്ന് 7 വോട്ടുകൾ കൂടെ കിട്ടേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ധനപ്രതിസന്ധി അവിടെ പരിഹരിക്കാനായിട്ട് ഡെമോക്രാറ്റ്സ് ഇടപെടുമോ, അല്ലെങ്കിൽ ഡെമോക്രാറ്റ്സ് മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കാൻ റിപ്പബ്ലിക്കൻസ് തയ്യാറാകുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതിൽ എല്ലാ വർഷവും ഒക്ടോബർ 1 മുമ്പ് തന്നെ വാർഷിക ധനബിൽ പാസ്സാക്കുന്നതാണ് അമേരിക്കയുടെ രീതി. എന്നാൽ ഇത്തവണ അതിന് കഴിയാതെ പോയത് അവിടുത്തെ ഹെൽത്ത് കെയർ, ഒബാമ ഹെൽത്ത് കെയർ സബ്സിഡീസ് ഉണ്ട്. അപ്പോൾ സാധാരണക്കാർക്ക് ആരോഗ്യ രംഗത്ത് ഒരുപാട് സബ്സിഡികളും ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഈ വർഷത്തോടു കൂടി നിർത്തലാക്കാനുള്ള തീരുമാനമാണ് റിപ്പബ്ലിക്കൻസ് എടുത്തത്. എന്നാൽ അത് നിർത്തലാക്കരുതെന്നും സാധാരണക്കാർക്ക് അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഡെമോക്രാറ്റ്സ് ഒരു നിലപാടെടുത്തു. അങ്ങനെ ഭരണ പ്രതിപക്ഷ തർക്കത്തിനിടെ ഈ വരുന്ന വർഷത്തെ ധനബില്ല് അമേരിക്കയ്ക്ക് പാസ്സാക്കാനായില്ല, സെനറ്റിൽ പാസ്സായില്ല. തുടർന്നാണ് ഇത്തരത്തിലൊരു ഷട്ട് ഡൗണിലേക്ക് അമേരിക്ക പോയത്. ഇത് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ജനരോഷവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമാണ്. അത് അവരുടെ ദൈനംദിന ജീവിതത്തെ തന്നെ താളം തെറ്റിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. കംപ്ലീറ്റ് ഷട്ട് ഡൗണിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യം. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അത്യാവശ്യ സേവനങ്ങൾ മാത്രമാണ് അവിടെ ഇപ്പോൾ നടക്കുന്നത്. ആ ജീവനക്കാരും ശമ്പളമില്ലാതെ സേവനം അനുഷ്ഠിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതിൽ ട്രംപിനെ അതിരൂക്ഷമായി അവിടുത്തെ ജനങ്ങൾ വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഡെമോക്രാറ്റ്സിനും റിപ്പബ്ലിക്കൻസിനും ഒരേപോലെ വിമർശനം ഏൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ട്രംപിനെ കുറിച്ച് അവർ പറയുന്നത് ഹമാസിനെയും ഇസ്രായേലിനെയും ഒക്കെ ഒരു ടേബിളിന് ചുറ്റുമിരുത്തി ചർച്ചയിലേക്ക് എത്തിക്കാൻ ട്രംപിന് സാധിക്കുമെങ്കിൽ ഈ ഒരു ബില്ല് പാസ്സാക്കിയെടുക്കാനാണോ ട്രംപിന് ഇത്രത്തോളം വലിയ പ്രതിസന്ധി എന്ന് ചോദിക്കുന്നവരുമുണ്ട്. ആര്യ, ഇക്കാര്യത്തിൽ ഇന്നലെ അവിടുത്തെ നേവിയുടെ 250ാമത്തെ വാർഷികമായിരുന്നു. ഈ വാർഷിക പ്രസംഗത്തിൽ ഡൊണാൾഡ് ട്രംപ് ഈ അമേരിക്കയുടെ ഷട്ട് ഡൗണും അതിൻ്റെ പ്രതിസന്ധിയും പറഞ്ഞിരുന്നു. അതിൽ ഡൊണാൾഡ് ട്രംപ് കൂടുതലായും ഡെമോക്രാറ്റ്സിനെ ഉന്നം വെച്ചുകൊണ്ട് ഡെമോക്രാറ്റ്സാണ് ഇത്തരത്തിൽ അമേരിക്കയിൽ പ്രതിസന്ധി ഉണ്ടാക്കിയത്, അവരാണ് ഇതിലൊരു അയഞ്ഞ സമീപനം എടുക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ള തരത്തിൽ ഒരു രാഷ്ട്രീയമായി ഈ ഒരു ഷട്ട് ഡൗണിനെ പൊളിറ്റിക്കലൈസ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ ആണ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നത്. പക്ഷേ വാഷിംഗ്ടൺ പോസ്റ്റ് നടത്തിയ ഒരു സർവേയിൽ 47% ആളുകളും ഡൊണാൾഡ് ട്രംപിനെയാണ് കുറ്റം പറയുന്നത്, റിപ്പബ്ലിക്കൻസിനെയാണ് കുറ്റം പറയുന്നത്. അമേരിക്കയിൽ ഇത്ര വലിയൊരു പ്രതിസന്ധിക്ക് കാരണം ഡൊണാൾഡ് ട്രംപാണ്. ഡൊണാൾഡ് ട്രംപ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നൊക്കെ പറയുന്നെങ്കിലും ഏറ്റവും കടുത്ത പ്രതിസന്ധിയിലൂടെ അമേരിക്കയെ കൊണ്ടെത്തിച്ചത് ഡൊണാൾഡ് ട്രംപാണ്. അതിൽ അവർ മറ്റൊരു കാര്യം കൂടി പറയുന്നത് താരിഫ് യുദ്ധമടക്കം മറ്റ് ലോകരാജ്യങ്ങളെ തങ്ങൾക്ക് എതിരാക്കി മാറ്റിയതടക്കം ഡൊണാൾഡ് ട്രംപിൻ്റെ നിലപാടുകളാണ് അമേരിക്കയെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ളൊരു നിലപാടിലേക്കാണ് അമേരിക്കയിലെ ഭൂരിഭാഗം, അതായത് 100% ആളുകളിൽ 47% ആളുകളും ഡൊണാൾഡ് ട്രംപിനും റിപ്പബ്ലിക്കൻ പാർട്ടിക്കുമെതിരെയാണ് നിലപാടെടുത്തത്. അതിൽ 37% ആളുകൾ ഡെമോക്രാറ്റ്സിനെയും കുറ്റം പറയുന്നുണ്ട്. ബാക്കിയുള്ള ആളുകൾ ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് തങ്ങൾക്കറിയില്ല എന്നുള്ളതാണ് അവർ സൂചിപ്പിക്കുന്നത്. എന്തായാലും ട്രംപിനെതിരായ ഒരു വികാരം അമേരിക്കയിൽ ഈ ഷട്ട് ഡൗണിനെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതേസമയം തന്നെ ഇന്ന് സെനറ്റിൽ ബില്ല് പാസ്സാക്കുമ്പോൾ ഒരു പക്ഷേ
ഭരണപക്ഷം അമേരിക്കയിലെ ഭരണപക്ഷം അത് ഒരു അയഞ്ഞ സമീപനം അല്ലെങ്കിൽ ഡെമോക്രാറ്റ്സിനോട് കൂടുതൽ ചർച്ചകൾക്ക് തയ്യാറാകാം. ഈ ആരോഗ്യ സബ്സിഡികൾ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ പറ്റി ചർച്ച തുടരാം. അതിലെന്തെങ്കിലും ഇളവുകൾ നൽകാൻ തയ്യാറാണ്. അതിനനുസരിച്ച് ഈ ഒരു ഷട്ട് ഡൗൺ ഒഴിവാക്കാനുള്ള നടപടികൾ ഒരുപക്ഷെ ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം 2018 ഡൊണാൾഡ് ട്രംപിൻ്റെ കാലത്താണ് ഇതിനു മുമ്പ് ഒരു ഷട്ട് ഡൗൺ ഉണ്ടായത്. അത് 35 ദിവസം നീണ്ടിരുന്നു. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് അങ്ങനെ ഒരു ഷട്ട് ഡൗൺ താങ്ങാൻ കഴിയില്ല. കാരണം വലിയ രീതിയിലുള്ള താരിഫ് ഉയർത്തി അമേരിക്കയിൽ വിലക്കയറ്റമുണ്ട്. ഇന്ത്യയിൽ നിന്ന് അടക്കമുള്ള വസ്തുക്കൾക്ക് അവിടെ വില കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ച് ബാക്കിയുള്ള സാധനങ്ങൾക്കും അവിടെ വില കൂടുന്നുണ്ട്. അപ്പോൾ ഈ വിലക്കയറ്റ സമയത്തും അമേരിക്കയിൽ ഇങ്ങനെ ഷട്ട് ഡൗൺ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കിട്ടാത്തൊരു സാഹചര്യം വരുമ്പോൾ അവിടുത്തെ സൈനികർക്കടക്കം US നേവിയിലുള്ള ആളുകൾക്കടക്കം കഴിഞ്ഞ 6 ദിവസമായി ശമ്പളമില്ലാത്തൊരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി മറികടക്കാൻ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാക്കൾ സെനറ്റിൽ ഒരു അയഞ്ഞ സമീപനം ഇന്ന് എടുക്കും എന്നാണ് സൂചന. തീർച്ചയായും അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേർന്നത്. എന്തായാലും സ്വന്തം രാജ്യത്ത് ട്രംപിന് മേൽ വീണ ഒരു കരിനിഴലായി ഈ ഷട്ട് ഡൗൺ മാറിയിരിക്കുകയാണ്. വലിയ വിമർശനങ്ങൾക്ക് അദ്ദേഹം വിധേയനാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്ന് സെനറ്റിൽ കാര്യങ്ങൾ എങ്ങനെ നീങ്ങുന്നു എന്ന് നമുക്ക് കണ്ടറിയണം. ഏകദേശം 7.5 ലക്ഷത്തിലധികം സർക്കാർ ജീവനക്കാരാണ് ശമ്പളമില്ലാതെ ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്. അത്യാവശ്യ സേവനങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ എന്നതിനാൽ തന്നെ സാധാരണക്കാരായ ജനങ്ങളെയും ഇത് പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യമാണ്. നമുക്ക്